വെൽക്കം എവറി വൺ ടു ഇ ഫാം ലേണിംഗ് ആപ്പ്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കാർഡിയാക് സൈക്കിൾ ആണ്. സോ കാർഡിയാക് സൈക്കിളിൽ നടക്കുന്ന ഓരോ ഇവന്റ്സും എന്തൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിന്ന് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് കാർഡിയാക് സൈക്കിളിന്റെ ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. സോ കാർഡിയാക് സൈക്കിൾ ഇസ് ഡിഫൈൻഡ് ആസ് ദ സക്സഷൻ ഓഫ് ഓർ സീക്വൻസ് ഓഫ് കോർഡിനേറ്റഡ് ഇവന്റ്സ് ടേക്കിംഗ് പാർട്ട് ഇൻ ദ ഹാർട്ട് ഡ്യൂറിംഗ് ഈച്ച് ബീറ്റ്. അങ്ങനെ പറഞ്ഞാൽ എന്താ, നമ്മളെ കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ഹാർട്ട് ബീറ്റ് നടക്കുമ്പോൾ ഹാർട്ടിൽ ഉണ്ടാകുന്ന കോർഡിനേറ്റഡ് ഇവന്റ്സിന്റെ സീക്വൻസ് ആണ് അല്ലേ. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് ഹാർട്ട് ബീറ്റ് വരെ നടക്കുന്ന ആ ഒരു ഫുൾ പ്രോസസ് ഇല്ലേ, അതിനാണ് നമ്മൾ കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഒരു കാർഡിയാക് സൈക്കിളിൽ എന്തൊക്കെ ഉണ്ടാവും? കോൺട്രാക്ഷനും ഉണ്ടാവും, റിലാക്സേഷനും ഉണ്ടാവും അല്ലേ. ഇത് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഒക്കറിംഗ് ഡ്യൂറിംഗ് ദ സിംഗിൾ ഹാർട്ട് ബീറ്റ്. Each heartbeat consists of two major periods called systole and diastole. ഒരു ഹാർട്ട് ബീറ്റ് തന്നെ രണ്ട് മെയിൻ പീരീഡുകൾ ഉണ്ടാവും അല്ലേ. എന്തൊക്കെയാണ്? ഫസ്റ്റ് സിസ്റ്റോളും രണ്ടാമത്തത് ഡയസ്റ്റോളും. ഈ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എന്താ? സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും കോൺട്രാക്ഷൻ എന്ന് ആലോചിക്കുക. അതേപോലെ ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാലോ റിലാക്സേഷൻ എന്നും ആലോചിക്കാം. സോ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ സിസ്റ്റോൾ ഉള്ള സമയത്ത് ഡ്യൂറിംഗ് സിസ്റ്റോൾ ദ ഹാർട്ട് കോൺട്രാക്ട്സ് ആൻഡ് പംപ്സ് ദ ബ്ലഡ് ത്രൂ ആർട്ടറീസ്. ഈ സിസ്റ്റോൾ സമയത്ത് നമ്മളെ ഹാർട്ട് എന്ത് ചെയ്യും? കോൺട്രാക്ട് ചെയ്യും അല്ലേ. അതുവഴി എന്ത് ചെയ്യും? നമ്മൾ ഈ കോൺട്രാക്ഷൻ നടക്കുമ്പോൾ നമ്മളെ ഹാർട്ട് ഭയങ്കര ടൈറ്റ് ആവും അല്ലെ, കോൺട്രാക്ട് ചെയ്യും, വലിഞ്ഞു മുറുകും. അപ്പൊ ബ്ലഡ് എന്ത് ചെയ്യും? ആർട്ടറീസിലേക്ക് പമ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പമ്പിങ് ഫേസ് ആണ് അല്ലെ. അപ്പൊ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഇങ്ങനെ ആലോചിക്കുക, നമ്മളൊരു സാധനം ഒരു സ്പോഞ്ചിൽ വെള്ളം നിറച്ച് അത് നമ്മൾ സ്ക്വീസ് ചെയ്താൽ എന്ത് ചെയ്യും? പുറത്തേക്ക് വെള്ളം ചാടൂലേ. അതേപോലെ സിസ്റ്റോളിന്റെ സമയത്ത് കോൺട്രാക്ഷൻ നടക്കുമ്പോൾ എന്താണ്? ബ്ലഡ് എങ്ങോട്ട് പമ്പ് ചെയ്യും? നമ്മുടെ ആർട്ടറീസ് വഴി ഇത് ആർട്ടറീസിലേക്ക് ഇത് പമ്പ് ചെയ്യും അല്ലെ. ഇനി ഡയസ്റ്റോളിന്റെ സമയത്തോ, ഡ്യൂറിംഗ് ഡയസ്റ്റോൾ ദ ഹാർട്ട് റിലാക്സസ് ആൻഡ് ബ്ലഡ് ഇസ് ഫിൽഡ് ഇൻ ദ ഹാർട്ട് അല്ലെ. അതായത് ഡയസ്റ്റോൾ സമയത്ത് നേരെ തിരിച്ചായിരിക്കും. നമ്മളെ ഹാർട്ട് ഇവിടെ എന്താണ്? റിലാക്സ് ചെയ്യാണ്. അപ്പം നമ്മൾ റിലാക്സ് ചെയ്യുമ്പോൾ ഹാർട്ട് ഭയങ്കര ലൂസ് ആവും അല്ലെ, കോൺട്രാക്ട് ആവില്ല. അപ്പം ഹാർട്ട് ലൂസ് ആവുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെ ബ്ലഡ് എന്ത് ചെയ്യും? നമ്മളെ ഹാർട്ടിന്റെ ഉള്ളിലേക്ക് ഫില്ലാകും അല്ലെ. നമ്മളെ സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവയൊക്കെ വഴി ബ്ലഡ് ഫില്ലാവുന്നില്ലേ നമ്മുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക്. അത് എപ്പോഴാണ് നടക്കുക? അത് നമ്മുടെ റിലാക്സേഷൻ ഫേസ് ആണ് അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ ലങ്സ് നമ്മുടെ എന്താണ് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നില്ലേ പൾമിനറി വെയിന് വഴി. ആ ബ്ലഡും എന്താ ചെയ്യുന്നത്? അതും റിലാക്സ് ചെയ്തുകൊണ്ട് മെല്ലെ ഫില്ലാവല്ലേ. അപ്പൊ ആ ഫില്ല് ചെയ്യുന്നതാണ്, ആ ഒരു റിലാക്സേഷൻ ഫേസ് ആണ് എന്ത്? നമ്മുടെ ഡയസ്റ്റോൾ എന്ന് പറയുന്നത്. നേരെ മറിച്ച് സിസ്റ്റോൾ എന്ന് പറഞ്ഞാലോ കോൺട്രാക്ഷൻ ഫേസ് അല്ലേ. അപ്പൊ ഡയസ്റ്റോളിന്റെ സമയത്ത് എന്താ ചെയ്യുക? ഡയലേറ്റ് ചെയ്യുകയും ചെയ്യും, ഫില്ല് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വേണം ആലോചിക്കാൻ വേണ്ടിയിട്ട്. സോ ഇത് all these changes are repeated during every heartbeat in a cyclic manner. ഇത് ഒരു തവണ മാത്രമല്ല നടക്കുന്നത് അല്ലേ. അതായത് ഈ ഒരു സീക്വൻസ് തന്നെ ഓരോ ഹാർട്ട് ബീറ്റിലും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആദ്യം കോൺട്രാക്ട് ചെയ്യും, പമ്പ് ചെയ്യും, പിന്നെ എന്താണ് റിലാക്സ് ചെയ്ത് ഫില്ല് ചെയ്യും, പിന്നെ എന്താണ് കോൺട്രാക്ട് ചെയ്യും, ദാറ്റ് ഇസ് പമ്പിങ്, പിന്നെ എന്താണ് റിലാക്സ് ചെയ്യും അല്ലെങ്കിൽ ഫില്ല് ചെയ്യും. ഇതിങ്ങനെ കോർഡിനേറ്റഡ് ആയിട്ട് നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഹാർട്ട് മര്യാദയ്ക്ക് ഫങ്ഷൻ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് കാർഡിയാക് സൈക്കിളിന്റെ ഇവന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഇവന്റ്സ് ഓഫ് കാർഡിയാക് സൈക്കിൾ ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2. നമ്മുടെ കാർഡിയാക് സൈക്കിളിൽ നടക്കുന്ന ഇവന്റ്സ് രണ്ട് മെയിൻ കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഏട്രിയൽ ഇവന്റ്സും രണ്ട് വെൻട്രിക്കുലർ ഇവന്റ്സും. അപ്പൊ പേര് തന്നെ വ്യക്തമാണ് അല്ലേ. ഏട്രിയൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഏട്രിയത്തിൽ നടക്കുന്ന ചേഞ്ചസ് ആണ്. അതേപോലെ വെൻട്രിക്കുലർ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വെൻട്രിക്കിളിൽ നടക്കുന്ന ചേഞ്ചസ്. നെക്സ്റ്റ് ഇസ് ദ ഡിവിഷൻ ആൻഡ് ഡ്യൂറേഷൻ ഓഫ് കാർഡിയാക് സൈക്കിൾ. എത്ര നേരമാണ് ഒരു കാർഡിയാക് സൈക്കിൾ ഉണ്ടാവാൻ നോക്കാം. അപ്പൊ നോർമലി നമ്മളെ ഹാർട്ട് ബീറ്റ് എത്രയാണ്? 72 ബീറ്റ് ആണ് ഉണ്ടാവുക ഒരു മിനിറ്റിൽ. ഇപ്പൊ നോർമൽ when the heart beats at a normal rate of 72 beats per minute, the duration of each cardiac cycle is about 0.8 seconds. അത് നമുക്ക് എങ്ങനെ കണക്കാക്കാം? നമ്മുടെ ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ? അത് 60 സെക്കൻഡ് ആണ് അല്ലേ. അപ്പൊ നിങ്ങൾ ആലോചിക്ക്, നമുക്ക് ഒരു ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 72 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ് അല്ലേ. അപ്പൊ എത്രയാ വരിക? 60/72 എന്ന് വരും അല്ലേ. അപ്പൊ എത്ര ഏകദേശം വരും? നമ്മുടെ ആൻസർ എന്ത് വരും? 0.8 എന്ന് കിട്ടും. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പം നമ്മുടെ നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 72 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. അപ്പൊ നമ്മളെ കാർഡിയാക് സൈക്കിൾ എത്ര ഉണ്ടാവും? ഡ്യൂറേഷൻ 0.8 സെക്കൻഡ്സ് ആയിരിക്കും ഒരു ഹാർട്ട് ബീറ്റ് കംപ്ലീറ്റ് ആക്കാനുള്ള ആ ഒരു ഡ്യൂറേഷൻ അല്ലേ. ഇനി ഏട്രിയൽ ഇവന്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഇപ്പൊ ഏട്രിയൽ ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏട്രിയത്തിൽ നടക്കുന്ന ഇവന്റ്സ്. അപ്പൊ എന്തൊക്കെ ഉണ്ടാവും? ഏട്രിയത്തിന്റെ കോൺട്രാക്ഷനും ഉണ്ടാവും, ഏട്രിയത്തിന്റെ റിലാക്സേഷനും ഉണ്ടാവും അല്ലേ. അപ്പൊ അതാണ് എന്ത്? ഏട്രിയൽ സിസ്റ്റോളും ഏട്രിയൽ ഡയസ്റ്റോളും. സോ ഏട്രിയൽ ഇവന്റ്സ് ആർ ഡിവൈഡഡ് ഇൻടു two divisions, that is ഏട്രിയൽ സിസ്റ്റോൾ അല്ലെങ്കിൽ ഏട്രിയത്തിന്റെ കോൺട്രാക്ഷൻ, അതേപോലെ തന്നെ ഏട്രിയത്തിന്റെ ഡയസ്റ്റോൾ അല്ലെങ്കിൽ അതിന്റെ
റിലാക്സേഷൻ അല്ലേ. അപ്പോൾ ഈ ഒരു ഏട്രിയൽ സിസ്റ്റോളുടെ ഒരു ഏകദേശം എത്ര സെക്കൻഡ്സ് ആണ് അപ്രോക്സിമേറ്റ്ലി ഉള്ളതെന്ന് പറഞ്ഞാൽ 0.1 സെക്കൻഡ്സ് ആണ് ഏട്രിയൽ സിസ്റ്റോൾ ഉണ്ടാവുക. ഈ ടൈമിൽ ഏട്രിയ എന്താ ചെയ്യുക, കോൺട്രാക്ട് ചെയ്യും അല്ലേ. അപ്പൊ ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് പുഷ് ചെയ്യും. അതാണ് എന്ത് ഈ ഒരു ഏട്രിയൽ സിസ്റ്റോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കും റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലോട്ടും പുഷ് ചെയ്യും അല്ലേ ബ്ലഡിനെ. ഇത് ഭയങ്കര ഷോർട്ടാണ്. ഇതാണ് വെറും 0.1 സെക്കൻഡ്സേ ഉണ്ടാവുള്ളൂ. സോ ഇനി നെക്സ്റ്റ് എന്താണ് നമ്മുടെ ഏട്രിയൽ ഡയസ്റ്റോൾ അല്ലേ. അപ്പൊ ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാൽ എന്താ, റിലാക്സ് ചെയ്യുന്ന ഫേസ്. അപ്പൊ ഇത് എത്ര ഉണ്ട്, ഇത് കുറച്ചുകൂടി ഉണ്ട് സിസ്റ്റോൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതായത് 0.7 സെക്കൻഡ്സോളം വരുന്നുണ്ട്. ഈ ടൈമിലാണ് നമ്മൾ ഏട്രിയ എന്താ റിലാക്സ് ചെയ്യുന്നത്. അപ്പൊ ബ്ലഡ് വെയിനിൽ നിന്ന് ഏട്രിയത്തിലേക്ക് ഫില്ല് ചെയ്യും അല്ലേ. അതായത് പൾമിനറി വെയിന് വഴി നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്കും അതേപോലെ തന്നെ നമ്മുടെ സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയും റൈറ്റ് ഏട്രിയത്തിലേക്കും ബ്ലഡ് ഫില്ല് ചെയ്യും അല്ലേ. അതാണ് നമ്മുടെ ഈ ഒരു ഏട്രിയൽ ഡയസ്റ്റോൾ നടക്കുന്നത്. ഇത് കുറച്ചുകൂടി ലോങ്സ്റ്റ് ഡ്യൂറേഷൻ ആണ് എന്ന് ആലോചിക്കാം. കാരണം ഏട്രിയ മോർ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ത് നമ്മുടെ റിലാക്സിങ് സ്റ്റേജിൽ ദാൻ കോൺട്രാക്ഷൻ. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം അല്ലെ, എന്താ ഈ 0.1ഉം 0.7ഉം കൂട്ടി എത്രയാ 0.8 അല്ലേ. അപ്പൊ ഒരു കാർഡിയാക് സൈക്കിൾ ഇവന്റ് മനസ്സിലായി, ഡ്യൂറേഷൻ എത്രയാ 0.8. അപ്പൊ ഈ ഒരു 0.8 അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. അപ്പൊ പിന്നെ മറന്നു പോയില്ല.